ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്റ്റ്, എങ്ങനെ ഡോക്യുമെന്റ്സ് അപ്പോസ്റ്റൈൽ ചെയ്യാം എന്നുള്ളതാണ്. ഇത് കൊറിയൻ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ആദ്യം ട്രാൻസ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതാണ് ഗൂഗിളിൽ ട്രാൻസ്ക്രിപ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അക്കാഡമിക് ഹിസ്റ്ററി എല്ലാം കൂടെ ഒരു ഡോക്യുമെന്റിൽ ഒന്നായിട്ട് കാണിക്കുന്നതിനെയാണ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ 4 വർഷത്തെ എല്ലാ സെമസ്റ്ററിൻ്റെയും റിസൾട്ട്സ് ഒരു ഡോക്യുമെന്റിൽ കാണിക്കുന്നതാണ് എൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അഥവാ നിങ്ങൾ 12th കഴിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 11th ആൻഡ് 12th മാർക്ക് ഒരുമിച്ച് കാണിക്കുന്നതാണ് നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ്. സോ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ക്രിപ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണ്, കുറേ വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു ട്രാൻസ്ക്രിപ്റ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് അത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. 9 ഇയേഴ്സിൻ്റെ ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ട്രാൻസ്ക്രിപ്റ്റ് കിട്ടിയത്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്തത്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ ആ യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ട്രാൻസ്ക്രിപ്റ്റിന് അപ്ലൈ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്. നമുക്ക് ഒരുമിച്ച് എങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ട്രാൻസ്ക്രിപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ച് നോക്കി. അപ്പോൾ നമുക്ക് support.uoc.ac.in എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് വരും. അതിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സെമസ്റ്ററിൻ്റെയും മാർക്ക് ലിസ്റ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വേണം. അതായത് നിങ്ങൾ തന്നെ സൈൻ ചെയ്തത്. പിന്നെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദി യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇതെല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് വേണം. ഓക്കെ, ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ചുമ്മാ വെച്ചാൽ മതി. രണ്ടാമത്തത് SSLC സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റഡ് കോപ്പി, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള ഏതെങ്കിലും ഡോക്യുമെന്റ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്. പിന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യണം. ഓക്കെ, അതിൽ ക്ലിക്ക് ഹിയർ ഫോർ ദി അപ്ലിക്കേഷൻ ഫോം ഫോർ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ ഫോം കിട്ടും. ഇത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിന് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ ഫീ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ദിസ് ഇസ് നോട്ട് അപ് ടു ഡേറ്റ്. സോ ഈ ഒരു ഫോമിലുള്ള ഫീ നോക്കിയിട്ടല്ല നിങ്ങൾ ഫീ അടയ്ക്കേണ്ടത്. അത് നിങ്ങൾ ഈ ഒരു പേജിൽ പോയാൽ ലാസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കോഴ്സിന് എത്രയാണ്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ്, ആ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഞാൻ 4 ഇയേഴ്സ് കോഴ്സ് ആയ കാരണം എനിക്ക് 7,300 പ്ലസ് ഞാൻ 9 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്തത്. സോ 495 റുപ്പീസ്. ആൻഡ് അതിൻ്റെ ശേഷം പ്രോസസ്സിംഗ് ഫീ 45. പിന്നെ പോസ്റ്റ് ഇൻ ഇന്ത്യ 50 റുപ്പീസ് ആണ് വരുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഫീ അടയ്ക്കേണ്ടത്. ഫീ അടയ്ക്കാനും അവർ ഇതിലൊരു സൈറ്റ് തന്നിട്ടുണ്ട്, അതിൽ പോയിട്ട് ഓൺലൈനായിട്ട് അടച്ചാൽ മതി. പിന്നെ ഈ ഒരു ഫോംസ് ഒക്കെ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് എല്ലാം കൂടെ റെഡിയാക്കിയതിൻ്റെ ശേഷം നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഫീ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. സോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലോട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ, ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. ഫോർ എക്സാമ്പിൾ, ഐ തിങ്ക് എനിക്കൊരു 15 ഡേയ്സിൻ്റെ മേലെടുത്തു ഡോക്യുമെൻറ്റ്സ് അല്ല, ട്രാൻസ്ക്രിപ്റ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതൊക്കെ ചെയ്ത് വെക്കുക, ലാസ്റ്റ് മിനിറ്റിലോട്ട് വെയിറ്റ് ചെയ്യാണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി, അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ട്രാൻസ്ക്രിപ്റ്റ് യൂണിവേഴ്സിറ്റി നമ്മൾക്ക് പോസ്റ്റ് വഴി ഹാർഡ് കോപ്പി അയച്ചു തരും. അപ്പം നിങ്ങളുടെ അഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് എഴുതുക അപ്ലിക്കേഷൻ ഫോമിൽ. അപ്പം നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്തു, നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് അപ്പോസ്റ്റൈൽ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളുടെ നെക്സ്റ്റ് പ്രോസസ്സ്, ഹൗ ടു അപ്പോസ്റ്റൈൽ ഡോക്യുമെന്റ്സ്. ഓക്കെ, യൂഷ്വലി നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് ആൻഡ് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്
അപ്പോസ്റ്റൈൽ ചെയ്യുന്നത്. ബട്ട് നിങ്ങളുടെ കോഴ്സിനനുസരിച്ച് ഏതെങ്കിലും എക്സ്ട്രാ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതും അപ്പോസ്റ്റൈൽ ചെയ്യേണ്ടി വരും. ആദ്യം നമുക്ക് ഗൂഗിളിൽ അപ്പോസ്റ്റൈലിന്റെ ഡെഫിനിഷൻ നോക്കാം, വിച്ച് ഈസ് an apostille is a form of authentication issued to documents for use in countries that are members of the Hague Apostille Convention. It is a way to certify the authenticity of a document, making it valid and recognized in another country without the need for further legalization. ഐ നോ ഡെഫിനിഷൻ കുറച്ച് ടഫാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോസ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളുടെ ഡോക്യുമെന്റ്സ് വേറൊരു കൺട്രിയിൽ ഒതന്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോസ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോസ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാം. അപ്പോസ്റ്റൈൽ ഒരിക്കലും നമ്മളുടെ ഒറിജിനൽ ട്രാൻസ്ക്രിപ്റ്റിലോ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിലോ ചെയ്യരുത്. കാരണം നമ്മൾ ഇപ്പം എല്ലാം ഓൺലൈൻ ആണെങ്കിലും യൂഷ്വലി നമ്മൾ ഈ ഒരു അപ്പോസ്റ്റൈൽ ചെയ്ത ഡോക്യുമെന്റ്സ് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഒറിജിനലിൽ അപ്പോസ്റ്റൈൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവർ ആ ഡോക്യുമെന്റ് തിരിച്ചു തരാൻ പോണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറിജിനൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വീണ്ടും തിരിച്ചിട്ടാൻ പോകുന്നില്ല. ഓക്കെ, സോ ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഇനി നമുക്ക് അപ്പോസ്റ്റൈൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോസ്റ്റൈൽ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഏജൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കുറച്ച് ടഫായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ചെയ്ത ഏജൻസിന് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് നിങ്ങളുടെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ അപ്പോസ്റ്റൈൽ ചെയ്യേണ്ടത് അതിൻ്റെ സ്കാൻ ചെയ്തിട്ടുള്ള കോപ്പി ഇമെയിൽ അയച്ചു കൊടുക്കുക, PDF ഇമെയിൽ അയച്ചു കൊടുക്കുക. അവർ അത് അപ്പോസ്റ്റൈൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കോപ്പി അയച്ചു തരും. അതുപോലെ തന്നെ ഹാർഡ് കോപ്പി നിങ്ങളുടെ വീട്ടിലോട്ട് പോസ്റ്റ് ആയിട്ട് അയച്ചു തരും. സോ ഞാൻ ട്രാൻസ്ക്രിപ്റ്റ് ആൻഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൈൽ ചെയ്ത സമയത്ത് ഒരു ഡോക്യുമെന്റിന് 2000 rupees ആയിരുന്നു. അപ്പം ഞാൻ 2 എണ്ണം ചെയ്ത കാരണം 4000 rupees. ഇപ്പം മേ ബി ഇൻക്രീസ് ആയിട്ടുണ്ടാവും. യൂഷ്വലി ഇത്രയും എക്സ്പെൻസീവ് ആണ് അപ്പോസ്റ്റൈൽ ചെയ്യേണ്ടത്. സോ യു ഹാവ് ടു ബി റെഡി ഫോർ ദാറ്റ്. പിന്നെ ഏജൻസിക്ക് അനുസരിച്ച് എമൗണ്ടിൽ മാറ്റം ഉണ്ടാവാം. ഒരു 3 to 5 വർക്കിംഗ് ഡേയ്സിൽ നിങ്ങളുടെ ഈ കോപ്പി നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. പിന്നെ പോസ്റ്റലായിട്ട് ഹാർഡ് കോപ്പി കിട്ടാൻ മേ ബി അതിനെക്കാളും കുറച്ച് ദിവസം എടുക്കാം. ബട്ട് മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ഡൺ വിത്തിൻ 10 days. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അപ്പോസ്റ്റൈൽ ചെയ്ത ഡോക്യുമെന്റ്സ് 6 months ആണ് വാലിഡിറ്റി. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്പോസ്റ്റൈൽ ചെയ്യുമ്പോൾ കുറേ കാലം മുമ്പ് ചെയ്ത് വെക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ അടുപ്പിച്ച് ചെയ്യാണ്ടിരിക്കാനും നോക്കുക. കാരണം കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, സോ ഞാൻ അപ്പോസ്റ്റൈൽ ചെയ്യാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്ത വെബ്സൈറ്റ് pcc.apostyle എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരുന്നു. അവരുമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം. മൈ എക്സ്പീരിയൻസ് വാസ് ഗുഡ്, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ ഒറിജിനൽ ഇതാണ് എൻ്റെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇതാണ് എൻ്റെ ഒറിജിനൽ ട്രാൻസ്ക്രിപ്റ്റ്. ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോസ്റ്റൈൽ ചെയ്തിട്ടില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് അപ്പോസ്റ്റൈൽ ചെയ്ത ഡോക്യുമെന്റ്സ് കാണിച്ചു തരാം. ഇതാണ് അപ്പോസ്റ്റൈൽ ചെയ്ത ഡോക്യുമെന്റ്സ്. ഓക്കെ, ഇത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൈൽ ചെയ്തത്, ഇത് ട്രാൻസ്ക്രിപ്റ്റ് അപ്പോസ്റ്റൈൽ ചെയ്തത്. ഇനി ഇതിൻ്റെ ബാക്കിൽ വാലിഡിറ്റി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി ഓൾറെഡി തീർന്നു. സോ ഇതിന് എനിക്ക് വേണമെങ്കിൽ കളയാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസ്ക്രിപ്റ്റ് ആൻഡ് ഹൗ ടു അപ്പോസ്റ്റൈൽ ഡോക്യുമെന്റ്സ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ ഇൻ കോമെൻറ്റ്സ്. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ലൈക്ക് ഫോറിനിൽ പോകാൻ അല്ലെങ്കിൽ പഠിക്കാൻ പോകാൻ താല്പര്യമുള്ള പ്ലാൻ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.